നമ്മൾ വീണ്ടും ഇടുക്കിയിലേക്ക് പോവുകയാണ്. അവിടെ അടിമാലിയിൽ പെയ്ത കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിരിക്കുന്നു. റോഡുകളിൽ നിന്ന് വെള്ളം ഒഴുകി കടകളിലേക്ക് എത്തിയിരിക്കുകയാണ്. കടകൾ നിറഞ്ഞിട്ടുണ്ട്. അടിമാലി ടൗണിലും വളരെ നേരിമംഗലം ഭാഗത്തുമാണ് ശക്തമായ മഴ പെയ്തത്. ഇപ്പോൾ നേരിയ ശമനമുണ്ട്. രാഹുൽ സുരേഷ് അടിമാലിയും തത്സമയം ചേരുകയാണ്. രാഹുൽ, പക്ഷേ വെള്ളക്കെട്ട് രൂക്ഷമാണല്ലേ? നമുക്ക് കാണാം കടകളിൽ ഉൾപ്പെടെ വെള്ളം ഇരച്ചെത്തി കയറുകയാണ്. വിനീത, അതിശക്തമായ മഴയ്ക്ക് ഒരു ശമനമുണ്ട്. ഇപ്പോൾ ശക്തമായ മഴ മാറിയ ശേഷം ഇടവിട്ടുള്ള മഴയാണ് തുടരുന്നത്. ദേശീയപാത ഓരത്തുനിന്ന് ദേശീയപാതയുടെ ഈ സൈഡിലൂടെ ചെറിയൊരു ഓട ഒഴുകുന്നുണ്ട്. ഈ കാണുന്ന ചെറിയൊരു തോടാണ്. ഇതിൽ നിന്നും വെള്ളം ഇരച്ചു കയറിയാണ് സമീപത്തുള്ള കടകളിലെല്ലാം വെള്ളം കയറിയത്. ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അതിന്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. ആ വെള്ളം ഒഴുകുന്നതിന്റെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കടകളിൽ വലിയ നാശനഷ്ടം ഉണ്ടാക്കി എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ദേശീയപാത ഓരത്ത് തന്നെയുള്ള അടിമാലി ടൗണിലുള്ള കടകളുടെ അവസ്ഥയാണ്. മൊത്തം ചെളി കയറിയ ഒരവസ്ഥയിലാണ് നിലവിൽ ഉള്ളത്. ആളുകളൊക്കെ വേഗം ഇറങ്ങി ഓടി മാറുകയായിരുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ഈ കാണുന്ന പോലെ തന്നെ ഈ ചെളിയാണ് ഫുള്ള്. ഈ കടയ്ക്കകത്തൊക്കെ നിറയെ ചെളിയാണ്. അവർ ഉപജീവന മാർഗം നടത്തുന്ന ആളുകൾക്കൊക്കെയാണ് വലിയ രീതിയിൽ ഉണ്ടാക്കിയേക്കുന്നത്. ഇത് ചെറിയൊരു പ്രസ് കൂടിയാണ്. അംഗപരിമിതനായിട്ടുള്ള ഒരാൾ നടത്തുന്ന പ്രസ്സാണ്. ആ ചേട്ടന് വലിയ രീതിയിൽ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഈ പ്രിന്റിംഗ് മെഷീനൊക്കെ ഈ വെള്ളത്തിൽ ഇപ്പോഴും കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. വലിയ ബുദ്ധിമുട്ടായില്ലേ പെട്ടെന്ന് ഉണ്ടാക്കിയ മഴ? പെട്ടെന്നുണ്ടാക്കിയ വളരെ ബുദ്ധിമുട്ടായിപ്പോയി. പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് വെള്ളം കയറി വന്നത്. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം ഇതിനായിട്ട് ഇത്ര ഇത് മോട്ടറൊന്നും നമുക്ക് പൊക്കി പിടിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. അതുകൊണ്ട് വെള്ളം കയറിയതാ നശിച്ചു. ഇനിയിപ്പോൾ എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ ഇതിൻ്റെ അടിയിലല്ല, ഇതിൻ്റെ മോട്ടറും മെഷീനറിയും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ വെള്ളത്തിൻ്റെ അടിയിലായി പോയി. ഇനിയിപ്പോൾ മോട്ടറെല്ലാം റീവെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഈ മെക്കാനിക്കിനെ കൊണ്ടുവന്ന് സാധനം കയറ്റി ഇതെല്ലാം ചെയ്യുന്നതിന് എങ്ങനെയുണ്ട് 1 മാസം കഴിഞ്ഞാൽ നമുക്കിത് ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. എന്നാലും അങ്ങനെ ഏകദേശം ഒരു 1 ലക്ഷം രൂപ അടുത്ത് എനിക്ക് നഷ്ടം ഏകദേശം വന്നിട്ടുണ്ടാവും. കാര്യം മോട്ടറെല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവർ പറഞ്ഞ റേറ്റ് ആണല്ലോ. പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഏതായാലും ഈ മാസത്തെ 1-2 മാസത്തെ പണിയും പോയി. ജീവനമാർക്കാണ് ലോൺ എടുത്ത് ചെയ്തേക്കണേ. 20-25,000 രൂപ വെച്ച് മാസം നമ്മൾ ബാങ്കിൽ അടയ്ക്കുകയും ചെയ്യണം. ഇതുപോലെയാണ് വിനീത ഈ പ്രദേശത്തുള്ള കടകളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം വെള്ളം കയറി എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഈ കടയുടെ ഇത്രത്തോളം വെള്ളം കയറിയിരുന്നു. പക്ഷെ ആ വെള്ളം ഇപ്പോൾ താൽക്കാലികമായി ഇറങ്ങിയത് ആശ്വാസമാണ്. പക്ഷേ ഇപ്പോഴും പുറത്ത് മഴ നിൽക്കുന്നുണ്ട് എന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. കമ്പും കല്ലും അടക്കം ഈ കടയ്ക്കകത്തേക്ക് ഇരച്ചു കയറി എന്നാണ് ഇവിടെയുള്ള ആളുകൾ തന്നെ പറയുകയും ചെയ്യുന്നത്. ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി ഓടുക മാത്രമാണ് രക്ഷയുണ്ടായിരുന്നത്. പക്ഷേ മറ്റ് നിർവാഹമില്ലായിരുന്നു എന്നത് പറയുകയും ചെയ്യുന്നുണ്ട്. തൊട്ടടുത്ത് ഈ തുണികളൊക്കെ ഉണക്കി കൊടുക്കുന്ന കടകളാണ്. ഇതിനകത്ത് വെള്ളം കയറിയിരുന്നോ ചേച്ചി? വെള്ളം കയറിയിരുന്നോ? വെള്ളം കയറി. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇതിൻ്റെ അകത്ത് വെള്ളം കയറിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഈ സാധനങ്ങൾ തുണിയൊക്കെ വാങ്ങി ഉണങ്ങി കൊടുക്കുന്നൊരു കടയാണ്. അതിൻ്റെ അകത്താണ് ഇത്തരത്തിൽ വലിയ നഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ഇവർ പറയുകയും ചെയ്യുന്നത്. എന്തായാലും പുറത്ത് മഴ ഇപ്പോൾ മാറി നിൽക്കുന്നത് നേരിയ ആശ്വാസമാണ്. പക്ഷേ 7 മണി വരെ ഓറഞ്ച് അലേർട്ടാണ് ജില്ലയിൽ നൽകിയിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ അതിശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. ചേട്ടാ, ഈ കടയിൽ നഷ്ടം ഉണ്ടായിട്ടുണ്ടോ? നഷ്ടമില്ല. നമ്മുടെ മെഷീനറികളെല്ലാം പോയി, എല്ലാം വെള്ളത്തിലായി പോയി. ഇതിന് മേളിലൊന്നും വെള്ളം കയറിക്കൊണ്ടിരുന്നതല്ല, ഇപ്പൊ കയറി. ഈ കാണുന്ന പടി കടന്നാണ് താഴേക്ക് വെള്ളത്തിൽ അല്ലേ? ഇതിലെ ഓടേക്കടെ പോകുന്ന വെള്ളം റിവേഴ്സ് കയറി വന്നതാണ്. താഴേക്ക് പോകുന്ന ഓട പല സ്ഥലത്തും ബ്ലോക്കായിട്ടുണ്ട്. പിന്നെ ചില ആളുകൾ അത് വീതി കുറച്ച് കെട്ടിയിട്ടുണ്ട്. അതൊക്കെ ഈ വലുപ്പത്തിൽ തന്നെ പോയാൽ ഒരു വിഷയമില്ല. ഈ 1 മണിക്കൂർ മഴ പെയ്ത അടിമാലി വെള്ളത്തിലാവും. അല്ല, മഴ ഇപ്പോൾ അല്പം വ്യത്യാസമുണ്ട്. എന്നാലും ഇപ്പോൾ കുറച്ചുകൂടി അടിയന്തരമായിട്ട് ഓടകളുടെ കാര്യത്തിൽ കുറച്ചുകൂടി ഗൗരവമായിട്ട് ഇടപെടൽ ഉണ്ടാവണം. എന്നാൽ മാത്രമാണ് ഇപ്പോൾ വ്യാപകമായ നഷ്ടം. അദ്ദേഹം ഒരു വികലാംഗനം കൂടിയാണ്. അദ്ദേഹത്തിനൊക്കെ വ്യാപകമായ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. പഞ്ചായത്തിന്റെ മഴക്കാല പൂർവ്വ പ്രവർത്തികൾ പാളിയിട്ടുണ്ടോ ഏട്ടാ? പഞ്ചായത്ത് ന്യായമായിട്ട് പറഞ്ഞു. പക്ഷേ NHR ഓട ഇപ്പോൾ വീതി കൂട്ടിയിട്ടിട്ടില്ല. പഴയ കാലത്ത് ഇവരെ കച്ചവടക്കാർ ഓട ഇട്ടു ഇപ്പോൾ വീതിയില്ലാതെ ഇട്ടു. ഈ പ്രകൃതിയെ പറ്റി അറിയാൻ പാടാത്തവർ വന്ന് ഉണ്ടാക്കിയതെങ്ങനെയാണ്? ഓട നിർമ്മാണത്തിലെ പാളിച്ചയാണല്ലേ? പാളിച്ചലാണ്. വിനീത, അത് തന്നെയാണ് ഈ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തികൾ നേരിമംഗലം മുതൽ ഈ മൂന്നാർ വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദേശീയപാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ഇവിടെ ഓട നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ഓടയ്ക്ക് വീതി ഇല്ലാത്തതാണ് ഇത്തരത്തിൽ വെള്ളം ഇരച്ചു കയറാൻ കാരണമായതെന്നാണ് പറയുന്നത്. എന്തായാലും മണ്ണിടിച്ചിൽ ഭീഷണി ഉൾപ്പെടെ അടിമാലിയിൽ നിലനിൽക്കുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ ശക്തമായ മഴ പെയ്യുകയാണെങ്കിൽ ആശങ്കയിലേക്ക് കാര്യങ്ങൾ പോകും. വിനീത, ശരി, ജാഗ്രത പാലിക്കണമെന്നത് തന്നെയാണ്. മലയോര മേഖലയിൽ മഴ കനക്കുകയാണ്. അടിമാലിയിൽ ശക്തമായ മഴയെ തുടർന്ന് വെള്ളക്കെട്ട് രൂപപ്പെട്ടതാണ് നമ്മൾ കണ്ടത്. ഈ കടകൾ ഉൾപ്പെടെ ചെളി അടിഞ്ഞ് കയറിയിരിക്കുന്നു. ഇപ്പോൾ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. പക്ഷേ മഴ കനക്കും എന്നത് തന്നെയാണ് മുന്നറിയിപ്പ്. രാഹുൽ സുരേഷ് വിശദാംശങ്ങൾ നൽകുന്നു.